പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. നിശാഗന്ധിയിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ആദ്യ ബാച്ചിലെ 1500 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്. നോർക്ക റൂട്ട്സും രവി പിള്ള ഫൗണ്ടേഷനും ചേർന്നാണ് ഈ അഭിമാന പദ്ധതി നടപ്പിലാക്കുന്നത്. പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയുടെ ആദ്യ ബാച്ചിലെ 1500 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിച്ചത്. പദ്ധതി വഴി ഓരോ വർഷവും 10 കോടിയിലധികം രൂപയാണ് വിതരണം ചെയ്യുന്നത്. നോർക്ക റൂട്ട്സും രവി പിള്ള ഫൗണ്ടേഷനും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. നിശാഗന്ധിയിൽ വെച്ച് നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ഭാവി മുന്നിൽ കണ്ടുള്ള ഇടപെടലാണ് രവി പിള്ള നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ അപൂർവം വ്യവസായ പ്രമുഖരിൽ ലോകത്ത് ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ രവി പിള്ള. അദ്ദേഹം ഈ ഒരു പരിപാടി ഒരു പൊതുവായ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറണം എന്നാഗ്രഹിച്ചത് നാടിനോടുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു കരുതലായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഏതൊരാൾക്കുമുണ്ടെന്നും വിദ്യാഭ്യാസ സമ്പ്രദായം ഒരുപാട് മാറിയെന്നും പഞ്ചമിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വലിയ തരത്തിൽ ലഹരി മാഫിയ വ്യാപിക്കുന്നുണ്ടെന്നും ലഹരിയുടെ അടിമയാവില്ലെന്ന് ദൃഢപ്രതിജ്ഞ വിദ്യാർത്ഥികൾ എടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ കാലവും ഇങ്ങനെയായിരുന്നുവെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ നാടിന് ഒരു ഇരുണ്ട ഭൂതകാലമുണ്ട്. നാടിനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ചില ശക്തികൾ ബോധപൂർവം ശ്രമിക്കുന്നു എന്നതാണ്. ഡ്രഗ് മാഫിയ എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപിക്കുന്ന ഒന്നാണ്. പല രൂപത്തിൽ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാൻ നോക്കുകയാണ്. കുട്ടികളുടെ ഭാവിക്കായി ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പദ്ധതി നടപ്പാക്കണമെന്ന ആഗ്രഹത്തിന്റെ സാഫല്യമാണ് ഈ പദ്ധതിയെന്ന് നോർക്ക ഗ്രൂപ്പ് ഡയറക്ടറും RP ഗ്രൂപ്പ് ഉടമയുമായ പത്മശ്രീ ഡോക്ടർ ബി രവി പിള്ള. സ്വപ്നങ്ങളുള്ള അനേകം കുഞ്ഞുങ്ങളുണ്ട്. ചിലപ്പോൾ അതിൽ ചിലർക്ക് സാമ്പത്തിക പരിമിതികൾ കാരണം അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട്. അത്തരമൊരു അവസ്ഥയിൽ കഴിയുന്ന കുട്ടികളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്ന എന്ന ചിന്തയിൽ നിന്നാണ് ഈ പദ്ധതിയുടെ തുടക്കം. 50 വർഷം കൊണ്ട് 75,000 സമർത്ഥരായ വിദ്യാർത്ഥികൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. ഇത്തവണ 10,939 അപേക്ഷകളിൽ നിന്നാണ് നോർക്ക റൂട്ട്സിന്റെ അപ്രൂവൽ കമ്മിറ്റി 1500 പേരെ തിരഞ്ഞെടുത്തത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1100 പേർക്ക് 50,000 രൂപ വീതവും ബിരുദ പഠനത്തിന് 200 പേർക്ക് 1 ലക്ഷം രൂപ വീതവുമാണ് ലഭിക്കുക. ബിരുദാനന്തര ബിരുദം പഠിക്കുന്ന 200 പേർക്ക് 1.25 ലക്ഷം രൂപ വീതവും ലഭിക്കും. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ളവരും പഠനത്തിൽ സമർത്ഥരായവർക്കുമാണ് അപേക്ഷിക്കാനാവുക. അടുത്ത വർഷത്തേക്കുള്ള സ്കോളർഷിപ്പുകൾ സെപ്റ്റംബർ മാസം മുതൽ നൽകാനാകും. രമേശ് ചെന്നിത്തല, മന്ത്രിമാരായ കെ രാജൻ, KN ബാലഗോപാൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.